ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്റ്റെപ്പ് വൺ കുറച്ച് ലേറ്റായി പോയി, 9:09 ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ബ്ലൂ ലൈൻസ് ഏറ്റവും കൂടുതൽ ഓയിലാണ്. 48,500 സൈക്കോളജിക്കൽ ലെവലുമാണ്. അവിടെ നല്ല ഓയും ഉണ്ട്. 48,000 അത്യാവശ്യം ഓയ ഉണ്ട്. പിന്നെ ഇതൊക്കെ താഴത്തേക്കുള്ള ഓരോ സ്റ്റോപ്പ് ലോസ് ലെവൽസാണ്. ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഒന്നുമില്ല. ഓൾ ടൈം ഹൈയിലല്ല, അപ്പോൾ സെല്ലേഴ്സ് അധികമല്ല. പിന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് എന്താ പറയുക മുകൾക്ക് നല്ലൊരു മൊമെൻറ്റം വന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബയേഴ്സിൻ്റെ എസ് എൽ ഉണ്ടാവും. ഈ മൊമെൻറ്റത്തിൽ കയറി കൂടിയ ആൾക്കാരുടെ എസ് എല്ലൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ക്ലോസിംഗ് പ്രൈസിലുള്ള എസ് എല്ലും ഉണ്ടാവും ഇവിടെ. ഇത് ക്ലോസിംഗ് പ്രൈസിൽ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് ലെവൽസ്. നിഫ്റ്റിയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം അതേപോലെ തന്നെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഓയി ഉള്ളത് ഏറ്റവും കൂടുതൽ ആൾ 21,700 അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് 21,500 600 ഈ റേഞ്ചിലാണ് പിന്നെ ഉള്ളത്. അല്ല, ഈ ലെവൽ ഈ 21,500 പിന്നെ അതുള്ളത് ഓഐ കൂടുതലുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്തിട്ടാണ് അതിൽ പോയത്. അതുപോലെ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതേപോലത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഇന്നലെ ഇതിൽ ടച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് മോൾക്ക് പോയത്. ഓവറോൾ ട്രെൻഡ് ലൈനിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം മോൾക്കില്ല പോലെ കാണിക്കുന്നു. പക്ഷേ ഓൾ ടൈം ഹൈ ആണ്. ഈ ബുള്ളിഷ് മൊമെൻറ്റം കണ്ട് കുറേ ആൾക്കാർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ ട്രാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി പ്രീ ഓപ്പൺ മാർക്കറ്റിൽ കാണിക്കുന്നത് ഈ ഒരു ഇതാണ്. പിന്നെയുള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 21,700 ലെവലാണ്. OI ബേസിലുള്ള ലെവലാണ്. നമ്മൾ ഫിബ് എടുത്തിട്ട് ഈ ഒരു സ്വിങ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിറ്റ് വരുന്ന സ്ഥലമല്ലേ 2.6ൻ്റെ, ആ 2.6 വരുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ ഈ ലെവലിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു റിജക്ഷനോ അല്ലെങ്കിൽ ട്രാപ്പ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ സെല് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, അച്ഛൻ അത്ര ഇപ്പോൾ പ്ലാനുള്ളൂ. ഇപ്പോൾ ഓവറോൾ ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ മുകളിൽ ഏതെങ്കിലും ഒരു ലെവലിൽ സെല് ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് സെല് ചെയ്യാനേ നോക്കുള്ളൂ കേട്ടോ. അതാണ് ഇന്നത്തെ പ്ലാൻ. സ്റ്റെപ്പ് 1 കംപ്ലീറ്റഡ്. സ്റ്റെപ്പ് 1 ഓക്കെ. ഇനി സെറ്റപ്പ് ഫൈൻഡ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ വരാം. ഓക്കെ, ഞാൻ ഒരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഈ ഹൈയിൽ കുറച്ച് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈം നിഫ്റ്റിയിലും സെയിം സംഭവം തന്നെ. ഇവിടെ മുകളിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നു, നല്ലൊരു ക്യാൻഡിൽ വന്നു. ഇതിൽ കുറച്ച് സെല്ലേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുൾ ബാക്ക് ഇതിൻ്റെ പുട്ടിൻ്റെ ചാർട്ടാണ്. പുട്ടിൻ്റെ ചാർട്ടിൽ നല്ലൊരു മൂവ് വന്നു. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമതൊരു സ്വിങ് വന്നു. ഈ സ്വിങ്ങിൻ്റെ അടിയിൽ SL അടിക്കും, ആൾക്കാർ SL അടിക്കുമ്പോൾ എൻ്റർ ആവാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പൊസിഷൻ കിട്ടി, 283 പൊസിഷൻ കിട്ടി. ഇനി നോക്കാം എന്താവും. നമ്മുടെ പ്രോസസ്സ് സെറ്റപ്പ് ഫൈൻഡ് ചെയ്തു. എൻട്രി ലിമിറ്റ് വെച്ചിട്ട് എൻ്റർ ചെയ്തു. ക്വാണ്ടിറ്റി കറക്റ്റ് അല്ല സത്യം പറഞ്ഞാൽ. ക്വാണ്ടിറ്റി ഞാനൊരു 45 ക്വാണ്ടിറ്റി എടുത്തിരുന്നു. കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊരു ട്രേഡ് എൻ്റർ ചെയ്തതേ വെറുതെ ഒരു ആവശ്യമില്ല. ഞാൻ വേറെ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അത് വർക്കായില്ല. ഈ സെറ്റപ്പ് അല്ലാത്ത വേറൊരു സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ അത് നടന്നില്ല. എന്നാലും ജസ്റ്റ് 1 ക്വാണ്ടിറ്റി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. പോട്ടെ, SL വെച്ചിട്ടുണ്ട്. SL ഇനി ട്രെയിൽ ചെയ്യുക വേണ്ടത്.
നല്ലൊരു പൊട്ടത്തരം ഞാൻ കാട്ടിച്ചു. ഞാൻ എസ് എൽ ആകെ 15 ഒരു ലോട്ടിന്റെ എസ് എൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ 45-15 കണ്ടപ്പോഴാണ് മനസ്സിലായത്. എസ് എൽ അടിക്കാതെ പോയത് എത്ര പോയിന്റിനാന്നറിയോ? ജസ്റ്റ് എന്താ 2 സംതിങ്ങിനാണ് എസ് എൽ അടിക്കാതെ തിരിച്ച് മുകളിലോട്ട് പോയത്. ഇനി തിരിച്ചൊന്നും അടിക്കുമെന്ന് അറിയില്ല കേട്ടാ. 2 പോയിന്റിനാണ് എസ് എൽ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു, ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു വന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു വലിയ ക്യാൻഡിൽ കുറേ സെല്ലേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് വന്നതിൻ്റെ ശേഷം തിരിച്ചും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു ക്യാൻഡിൽ വന്നു. ഇപ്പോൾ ഇവിടെ വീണ്ടും സെല്ലേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഇതുവരെ കൊണ്ടുവന്നു. തിരിച്ച് ഇവിടെ കുറച്ച് നേരം ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. ആ ഹൈ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഇപ്പോൾ ഫാളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹൈ നിന്നാണ് ശരിക്കും ഫാളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ പോകുന്നുണ്ടോ? ഇവിടുന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരെല്ലാം റിമൂവ് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ മാർക്കറ്റ് ഫാളോ ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ഇതുവരെയാണ് ടാർഗറ്റ്. ഇതുണ്ടോ, ഈ ഗ്രീൻ ലൈനില്ലേ, ഇതുവരെയുള്ള ടാർഗറ്റ്. ഒന്ന് കളർ വിട്ടിട്ടേ. ഇത് ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിൽ ഇതുവരെയാണ് നമ്മളെ ടാർഗറ്റ്. പ്രീമിയം അപ്പോൾ എത്ര പോകുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്തായാലും ട്രയൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ -1800 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഇപ്പം അത് +ആയി, +1000 സംതിങ് ആയി. $2000. പിന്നെ ഈ ലെവലിൽ എത്തുമ്പോൾ ബയേഴ്സ് വരികയാണ് കേട്ടോ.
ഇവിടെ എത്തുമ്പോൾ പിന്നെയും ബയേഴ്സ് വരികയാണ് ഈ ലെവലെത്തുമ്പോൾ. ഇത് പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൻ്റെ ഏരിയയാണിത്. അവിടെ നിന്നാണ് പ്രീവിയസ് ഡേ ക്ലോസിംഗിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എസ് ഇതിൻ്റെ മുകളിൽ ഇവിടെ മുടക്കായിട്ടുണ്ടാവും. അത് ഒന്നടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഞാൻ 50 പോയിൻ്റ് വെച്ചിട്ടുള്ളത്. അത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് ഒരു 25 ആക്കാനായോ? ഇപ്പോഴും അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിച്ചിട്ട് പോകും. ഞാനൊരു കാര്യം ചെയ്യും, ഇതൊരു ടാർഗറ്റ് ഒരു 50 പോയിൻ്റ് ആക്കി വെക്കാം. കറക്റ്റ് ആ 50 പോയിന്റിൽ എത്തിയിട്ടാണ് ഈ തിരിച്ചു വരുന്നതൊക്കെ. ഈ ലെവലിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് സ്റ്റോപ്പ് ലോസ് വെക്കും ട്രയൽ ചെയ്തിട്ട്. മാർക്കറ്റിന് മനസ്സിലായെന്ന് തോന്നുന്നു, ഏതോ ഒരു നാറിയുടെ SL നമ്മൾ അടിക്കാതെയാണ് പോകുന്നത്. ഓ ഷിറ്റ് മാൻ. തിരിച്ചു വരുന്നുണ്ട്. ഞാൻ ഇത് 25 ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ആവശ്യത്തിലും കൂടുതലിപ്പോൾ കൺസോളിഡേറ്റ് ആയിക്കണം. ഇവിടെ ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ വരും. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, ഈ പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൻ്റെ ഒരു റേഞ്ചില്ലേ, ഈ ഒരു ഇതാണോ ഞാൻ 5 മിനിറ്റ് ആക്കി, ഇത് 1 മിനിറ്റ്. പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ ഉണ്ടാ, ഈ ക്ലോസിങ്ങിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ മുകളിലോട്ട് പോകുന്നത്. മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം പക്ഷെ ഇവിടെ മുകളിൽ നിന്ന് ബയ്യേഴ്സിനെ ട്രാപ്പ് ചെയ്തു. തിരിച്ചിപ്പോഴും ബയ്യേഴ്സിനെയാണ് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബയ്യേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, താഴത്തേക്ക് വരാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്തിരിക്കാം. SL 50 പോയിൻ്റ് തന്നെ ഇരിക്കട്ടെ. മൈനസ് ആവുകയാണെങ്കിൽ ഒരു 2200 സംതിങ് വരും തോന്നുന്നു. ഒരു സെക്കൻഡ് നോക്കട്ടെ. $45 × 50 എത്രയാണ്? 2250 പ്ലസ് ഒരു 700 സംതിങ് ഇതിൻ്റെ മുന്നത്തെ ട്രേഡിലൊരു ലോസ് ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഒരു 3000 സംതിങ് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വർക്കാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. കാരണം ഈ ഒരു ഇതുവരെ എത്തുമ്പോഴത്തേന് പ്രീമിയം നല്ല റോക്കറ്റായി പോകും.
ഇപ്പോഴുണ്ടോ ഈ ക്ലോസിങ്ങിൽ ഇപ്പോൾ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയേഴ്സിന് കാരണം എങ്ങനെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുക താഴത്തേക്ക് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ സപ്പോർട്ടിൽ ലോ ബ്രേക്ക് ചെയ്യാതെ മോൾക്ക് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും മോൾക്ക് ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല. താഴത്തേക്കുള്ളൊന്നും ക്ലിയർ ചെയ്യാതെയാണ് പിന്നെ തിരിച്ച് മുകളിലോട്ട് വന്നത്. അപ്പോൾ ബയേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. കണ്ടോ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്കറിയില്ല അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ. നോക്കാം. 50 പോയിൻ്റായിരുന്നു കേട്ടോ. പക്ഷേ 50ൻ്റെ മുകൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇത് അടിക്കും, ഷുവറാണ്. കാരണം ഇത് ക്ലിയർ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും അടിക്കും. എത്ര നേരമായി ഇപ്പോൾ ഇരിക്കലുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിലെവിടെ എൻ്റർ ചെയ്തത്, ടൈം എത്രയായെന്ന് പറയാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ക്യാൻഡിൽ വരെ 45 മിനിറ്റായി ഇതിന്മേൽ ഞാൻ ഇരിക്കൽ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ 1:1 പോലെ നിൽക്കുന്നത് കേട്ടോ. 50 പോയിൻ്റ് SL, 50 പോയിൻ്റ് ടാർഗറ്റ്. ടാർഗറ്റ് 50 പോയിൻ്റ് സത്യം പറഞ്ഞാൽ അത് ഇവിടെ ഓൾമോസ്റ്റ് 2-3 പ്രാവശ്യം കിട്ടിയിരിക്കണേ. ഇവിടെ കിട്ടി, പക്ഷെ അതങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതിലല്ലായിരുന്നു. നോക്കാം. ഓക്കെ, SL അടിച്ചു. അപ്പോൾ ടോട്ടൽ എന്താ 3K ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2200 അതിൽ ലോസ്. മറ്റേ സാധനം ടെസ്റ്റ് ചെയ്തതിൽ ഞാൻ മറ്റേ എന്താ പറയുക ഇതില്ലേ നമ്മുടെ ഫോറക്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിൽ അത് മുഞ്ചിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല, ചെറിയ SL വെച്ച് ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് വർക്കായില്ല, അപ്പം തന്നെ അത് ഇതായി. ഇതിലിനിയിപ്പോൾ എന്താ, ഓക്കെ, ഫുള്ളി റോങ് ആണ് നമ്മളെ ഇത്. ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ബയേഴ്സിനെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പാക്കിയുണ്ടല്ലോ. അപ്പോൾ സെല്ലേഴ്സിനെ ഇവിടുന്ന് ഇതാക്കിയിട്ട് തിരിച്ച് മോൾക്ക് താഴത്തേക്ക് തന്നെ വരുന്നില്ലായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അത് തിരിച്ച് മോൾക്ക് അതാ പോകുന്നത്. അപ്പോൾ GG ഗൈസ്, ഇന്ന് ലോസാണ്. ഒരു 3000 സംതിങ്, 3050 ലോസാണ്. നിർത്തട്ടെ, അല്ലെങ്കിൽ ഇനി ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ ലോസാണ്. അതിൽ നല്ലത് ഇപ്പം തന്നെ നിർത്തണതാണ്. അപ്പം GG ബോയ്സ്.